ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു വിസ്ക് ആൻഡ് വ്യൂ. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് എന്താ ഈ ഒരു ബ്യൂട്ടിഫുൾ ഫ്രോക്ക് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുൾ ആവാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ തന്നെ ഇങ്ങനത്തെ ഒരു ലെയേർഡ് ഫ്രോക്ക് ചെയ്യുമ്പോൾ എത്ര ഫാബ്രിക് ആവശ്യമായിട്ട് വരും, അതേപോലെ ഇത് കട്ട് ചെയ്യുമ്പോൾ ഉള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഒക്കെ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരൊന്ന് കണ്ടു നോക്കണേ. ഇപ്പോൾ നമ്മൾ ഇത് ആദ്യമായിട്ട് നമ്മുടെ ലൈനിങ് ക്ലോത്തിനെ രണ്ടാക്കി മടക്കി വയ്ക്കുകയാണ്. അപ്പോൾ ബാക്കിലോട്ടും അതേപോലെ തന്നെ ഫ്രണ്ടിലോട്ടും ഇതുപോലെ ഓരോ പീസസ് നമ്മൾ രണ്ടാക്കി മടക്കി വെക്കണം. അപ്പം ബാക്കിൽ ഞാൻ സിബ്ബ് കൊടുക്കുന്നത് കൊണ്ട് ബാക്കിൽ ഓപ്പൺ വരുന്ന ഭാഗവും അതിലൊരു 1/2 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്യുന്നുണ്ട്. അതിൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ ഫോൾഡഡ് ആയിട്ടുള്ള ഭാഗം ഫ്രണ്ട് സൈഡിന് വേണ്ടിയിട്ട് വെക്കുന്നു. ഇനി എല്ലാ മാർക്കിങ്സും നമ്മൾ ഈ ഫോൾഡഡ് ആയിട്ടുള്ള ഭാഗത്ത് നിന്നാണ് തുടങ്ങേണ്ടത്. അല്ലാതെ ഈ ഒരു 1/2 ഇഞ്ച് നമ്മളിതിൽ കാൽക്കുലേറ്റ് ചെയ്യില്ല. അപ്പോൾ ഷോൾഡർ ആണെങ്കിലും ചെസ്റ്റ് ആണെങ്കിലും ഒക്കെ ഈ 1/2 ഇഞ്ച് നമ്മൾ ആകെ യൂസ് ചെയ്യുന്നത് ആ ഒരു സിബ് അറ്റാച്ച്മെൻറ്റിന് വേണ്ടിയിട്ടാണ്. ഇനി നമ്മൾ മുകളിൽ ആദ്യം ഒരു വര വരച്ചത് നമ്മളത് കട്ട് ചെയ്ത് കളയാൻ വേണ്ടിയിട്ടാണ്, ലെവൽ ചെയ്യാൻ തുണി. അത് കഴിഞ്ഞിട്ട് ഒരു 1/2 ഇഞ്ചിൻ്റെ ഒരു ലൈൻ വരച്ചിട്ടുണ്ട്. അവിടെയാണ് നമ്മുടെ ഷോൾഡറിൻ്റെ സീം അലവൻസ്. അതിനുശേഷം താഴേക്ക് നമ്മുടെ യോക്ക് പാർട്ടിൻ്റെ ലെങ്ത്ത് കൊടുത്തിട്ടുള്ളത് 11.5 ഇഞ്ചിനാണ്. അതിനുശേഷം 12 ഇഞ്ചിലും ഞാൻ മാർക്ക് ചെയ്യുന്നുണ്ട്. അത് നമുക്ക് താഴത്തെ പീസ് സ്കേർട്ട് പോർഷനുമായിട്ട് ജോയിൻ ചെയ്തെടുക്കാനുള്ള സീം അലവൻസാണ്. അപ്പോൾ ടോട്ടലി ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് 11.5 പ്ലസ് മുകളിലൊരു 1/2 ഇഞ്ച്, താഴെ ഒരു 1/2 ഇഞ്ച്, അങ്ങനെ 12.5 ഇഞ്ചിലാണ് നമുക്ക് ഈ ഒരു യോക്ക് പോർഷൻ്റെ പീസ് വേണ്ടത്. ഇത് 10 വയസ്സ് പ്രായമായിട്ടുള്ള കുട്ടിക്ക് വേണ്ടിയിട്ടാണ് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് ബാക്കി മാർക്കിങ്സ് ഒക്കെ കൊടുക്കാം. ഷോൾഡർ 5.5 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. സീം അലവൻസ് അടക്കം 5.5 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. അതിനുശേഷം 1/2 ഇഞ്ച് ഒരു ഷോൾഡർ സ്ലോപ്പിന് വേണ്ടിയിട്ടും പിന്നെ ഒരു 5 ഇഞ്ച് നമ്മൾ ആം ഹോൾ ഡെപ്തായിട്ടും കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ചെസ്റ്റ് പോർഷൻ്റെ അവിടെ 7.5ഉം പിന്നെ ഒരു 1.5 ഇഞ്ച് സീം അലവൻസും മാർക്ക് ചെയ്യുക. അതിനുശേഷം ആം ഹോൾ ഇതേപോലെ നമ്മൾ വരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചാനലിലൊന്ന് കയറിയിട്ട് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. എന്നിട്ട് നമ്മൾ ആം ഹോളൊന്ന് അളന്ന് നോക്കുന്നു. അതിനുശേഷം നമ്മൾ നെക്കിൻ്റെ വിഡ്ത്ത് ഇവിടെ കൊടുക്കുന്നത് 2.25 അതുപോലെ നെക്ക് ഡെപ്ത്ത് ബാക്കിലോട്ട് 2.25 ഫ്രണ്ടിലോട്ട് 3.5 കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഞാനിവിടെ സ്ക്വയർ നെക്ക് തന്നെയാണ് കൊടുക്കുന്നത്. നമ്മൾ ബാക്കിയുള്ള ഭാഗമൊക്കെ ഒന്ന് വരച്ചെടുത്തു. പിന്നെ 9.5 ഇഞ്ചിൽ നമ്മൾ ഷേപ്പ് മാർക്ക് ചെയ്തു. പിന്നെ നമുക്ക് ആ 9.5 ഇഞ്ചിൽ ബോഡിയിൽ നിന്നും എടുക്കുമ്പോൾ എത്രയാണോ മെഷർമെൻറ്റ് അതിൻ്റെ 4/1 ഭാഗം കാണുക. അതിനുശേഷം അതിനോടൊരു 1/2 ഇഞ്ച് ലൂസിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മളുടെ 1.5 ഇഞ്ച് സീം അലവൻസും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കിതുപോലെ മാർക്ക് ചെയ്തെടുക്കാം. അതേപോലെ താഴത്തെ ലെങ്ത്ത് 11.5 ഇഞ്ചിൽ എത്രയാണോ വേസ്റ്റ് ലെങ്ത്ത് വരുന്നത് അതും ഇതേപോലെ വേസ്റ്റ് റൗണ്ടിൻ്റെ 4/1 ഭാഗം കാണുക, 1.5 ഇഞ്ച് എക്സ്ട്രാ ഇടുക. അതിനുശേഷം ഇതുപോലെ ഒന്ന് ചെരിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ബാക്കി ഭാഗങ്ങളൊക്കെ നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ്. അതിനുശേഷം ഫ്രണ്ടിൻ്റെ ആം ഹോൾ മാത്രം ഒരു 1/4 ഇഞ്ച് നമ്മൾ കുഴിച്ച് കട്ട് ചെയ്യുന്നു. അതുകൂടി ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബോഡി പാർട്ടിൻ്റെ വർക്ക് കഴിഞ്ഞു. ഇനി നമ്മൾ സ്കേർട്ട് പാർട്ട് എത്ര ലെങ്ത്ത് വേണം എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യുകയാണ്. ആകെ നമ്മളുടെ ഫ്രോക്കിൻ്റെ ലെങ്ത്ത് 37.5 ആണ്. അതിൽ നമ്മൾ 11.5 ആണ് യോക്ക് പാർട്ടിന് വേണ്ടിയിട്ട് എടുത്തത്. അപ്പോൾ അതിൻ്റെ ബാക്കിയായിട്ടുള്ള 26 ഇഞ്ചാണ് നമുക്ക് താഴേക്ക് വേണ്ടത്. പക്ഷേ ഞാനിവിടെ ലൈനിങ്ങിൽ അത്ര തന്നെ എടുക്കുന്നില്ല. 26 ഇഞ്ച് നമുക്ക് റെഡിയായി കഴിയുമ്പോൾ ഉള്ള സ്കേർട്ട് പാർട്ടിൻ്റെ ലെങ്ത്താണ്. അപ്പോൾ നമ്മളതിൽ സീം അലവൻസും കാര്യങ്ങളൊക്കെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തെടുക്കണം. പക്ഷേ ഞാനിവിടെ ലൈനിങ് ആയതുകൊണ്ട് ടോട്ടൽ സീം അലവൻസ് മുകളിൽ ജോയിൻ ചെയ്യാനുള്ളതും താഴെ മടക്കി അടിക്കാനുള്ളതും എല്ലാം കൂടി ചേർത്തിട്ട് 25 ഇഞ്ചിലാണ് കട്ട് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ 25 ഇഞ്ച് ലെങ്ത്തുള്ള 2 പീസാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഞാൻ ഈ ഒരു ലൈനിങ് ക്ലോത്തിൻ്റെ വിഡ്ത്ത് എത്രയാണോ അത്ര തന്നെ എടുക്കുകയാണ്. കാരണം ഞാനിവിടെ എ ലൈൻ മോഡലിലാണ് ലൈനിങ് കട്ട് ചെയ്തെടുക്കാൻ പോകുന്നത്. എന്നിട്ട് ഇതേപോലെ നമ്മുടെ യോക്ക് പോർഷൻ വെച്ചിട്ട് ഇതേപോലെ ചെരിച്ച് ലാസ്റ്റ് വരെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അങ്ങനെ കൊടുക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു എ ലൈൻ മോഡലിൽ അത്യാവശ്യം നല്ല വിരിവിൽ തന്നെ നമുക്ക് കിട്ടും. എന്നിട്ട് ഈ ഒരു പോർഷൻ കട്ട് ചെയ്തെടുക്കുക. നമുക്ക് ലൈനിങ് കട്ട് ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഇപ്പോൾ നമ്മുടെ ലൈനിങ് സ്കേർട്ട് പോർഷൻ കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് മെയിൻ ക്ലോത്ത് കട്ട് ചെയ്യണമെങ്കിൽ നമ്മളുടെ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഫാബ്രിക് കാൽക്കുലേഷൻ ചെയ്യുന്ന സമയത്ത് തന്നെ അതിൻ്റെ ലെങ്ത്തും കൂടി കണ്ടുപിടിക്കാനുള്ള ടിപ്സ് പറഞ്ഞിരുന്നു. അതായത് ഇപ്പോൾ നമുക്ക് യോക്ക് പോർഷൻ 11.5 ഇഞ്ചാണെന്ന് പറഞ്ഞു. അപ്പോൾ സ്കേർട്ട് പാർട്ട് വരുന്നത് 26 ഇഞ്ചാണ് റെഡിയായി കഴിയുമ്പോഴുള്ള ലെങ്ത്ത് വരേണ്ടത്. ഇനി ഞാനിവിടെ താഴെ സ്കേർട്ട് പാർട്ടിൽ 3 ലെയറാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എത്ര ലെയറാണ് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് നമ്മൾ 26ന് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ 26/3 കൊടുത്തു. അപ്പോൾ എനിക്ക് കിട്ടുന്നത് 8.6 ആണ് ഓരോ ലെയറും റെഡിയായി കഴിയുമ്പോൾ വരേണ്ട ലെങ്ത്ത്. പക്ഷെ നമുക്ക് അത് മാത്രം എടുത്തു കഴിഞ്ഞാൽ അതിന്ന് താഴത്തെ ലെയർ ജോയിൻ ചെയ്യാനുള്ളതും മുകളിൽ ജോയിൻ ചെയ്യാനുള്ളതും കൂടി പോയി കഴിഞ്ഞാൽ നമ്മളുടെ കയ്യിൽ നിന്ന് ലെങ്ത്ത് കുറയും. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് 2 സൈഡും മുകളിലും താഴെയും നമ്മൾ 1/2 ഇഞ്ച് എക്സ്ട്രാ ആഡ് ചെയ്തിട്ട് 1 ഇഞ്ച് നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഓരോ ലെയറും കട്ട് ചെയ്തെടുക്കേണ്ടത്
9.6 ഇഞ്ച് ലെങ്ത്തിലാണ്. ഓക്കെ, അപ്പോൾ ലെങ്ത്ത് നമുക്ക് ഓക്കെ. അപ്പോൾ ഞാനൊരു അപ്രോക്സിമേറ്റ്ലി ഒരു 10 ഇഞ്ചസ് എടുക്കുകയാണ്. നിങ്ങൾക്ക് കറക്റ്റായിട്ട് തന്നെ എടുക്കാം. ഒരു 1/2 ഇഞ്ച് മുകളിലും 1/2 ഇഞ്ച് താഴെയും ആഡ് ചെയ്തിട്ട് 9.6 ഇഞ്ചസാണ് നമുക്ക് വേണ്ടത്. ഞാനിവിടെ 10 ഇഞ്ചസ് ആക്കിയിട്ട് പറയണമെന്ന് മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് വേണ്ടത് വിഡ്ത്താണ്. വിഡ്ത്ത് കാൽക്കുലേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള കാര്യം, നിങ്ങളുടെ ബോഡി സ്പാർട്ടിന് ഇങ്ങനെ നിവർത്തി വയ്ക്കുമ്പോൾ നിങ്ങൾക്ക് എത്രയാണോ കിട്ടുന്നത് അതിൻ്റെ ഇരട്ടി വേണം നമുക്ക്, ഇരട്ടിയെങ്കിലും വേണം നമുക്ക് ഫ്രണ്ടിൽ പ്ലീറ്റ് ഇട്ടെടുക്കാൻ. ഇപ്പോൾ 8.25, അപ്പോൾ ഇത് നിവർത്തി വയ്ക്കുമ്പോൾ നമുക്ക് 16.5 ഇഞ്ച് ഉണ്ടാവും അല്ലേ. ഈ 16.5 ഇഞ്ചിൻ്റെ ഇരട്ടിയായിട്ടുള്ള 33 ഇഞ്ച് വേണം നിങ്ങൾക്ക് ഈ ഒരു പീസിലേക്ക് മാത്രം. അപ്പോൾ ഇത് ഫ്രണ്ട് പോർഷനാണ്, അതേപോലെ ബാക്കിലേക്ക് 33 ഇഞ്ച് വേണം. അപ്പോൾ നമുക്ക് ടോട്ടൽ ഫസ്റ്റത്തെ ലെയറിന് വേണ്ടത് 66 ഇഞ്ചാണ്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു വിഡ്ത്ത് വേണ്ടത്. ഇനി നമുക്ക് അടുത്ത ലെയറിൻ്റെ കാര്യം നോക്കാം. അപ്പോൾ അടുത്ത ലെയറിലും എന്താണ്, ഫസ്റ്റ് ലെയറിൻ്റെ ലെങ്ത്ത് നമുക്ക് കിട്ടി 9.6 ആണ് ലെങ്ത്ത്. വിഡ്ത്ത് പറയുന്നത് 66 ഇഞ്ചാണ് ടോട്ടൽ ഫ്രണ്ടും ബാക്കും കൂടി ചേർന്നിട്ട്. ഇനി നമുക്ക് സെക്കൻഡ് ലെയറിൻ്റെ കാൽക്കുലേഷൻ ചെയ്യാം. ലെങ്ത്ത് സെയിം ആണ്, 9.6 ഇഞ്ചസ് ആണ് എടുക്കേണ്ടത്. വിഡ്ത്തിൻ്റെ അവിടെയാണ് നമുക്ക് വേണ്ടത്. അതായത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ തൊട്ട് മുകളിലുള്ള ലെയറിൻ്റെ ഇരട്ടി ഫാബ്രിക് യൂസ് ചെയ്യാം. അതായത് 66 ഇഞ്ചിൻ്റെ ഇരട്ടിയായിട്ടുള്ള 122 വേണമെങ്കിൽ യൂസ് ചെയ്യാം. പക്ഷെ ഞാനിവിടെ അതിൻ്റെ പകുതിയായിട്ടുള്ള 33 ആ 66ൻ്റെ കൂടെ ആഡ് ചെയ്തിട്ട് 99 ഇഞ്ചാണ് പ്രിഫർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഓൾറെഡി 66 ഇഞ്ച് ലെങ്ത്തുള്ള ഒരു പീസാണ് നമ്മൾ മുകളിൽ ജോയിൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ രണ്ടാമത്തെ ലെയറായിട്ട് വേണ്ടത് അതിൻ്റെ പകുതിയും കൂടി അതിലേക്ക് ആഡ് ചെയ്തിട്ടുള്ള ലെങ്ത്ത് വരുന്ന 99 ഇഞ്ചോളം നമുക്ക് കിട്ടണം. അതിൻ്റെ താഴെ തേർഡ് ലെയറിലും നമുക്ക് ലെങ്ത്ത് വരുന്നത് 9.6 ഇഞ്ചാണ്. അപ്പോൾ 99 നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ അതിൻ്റെ തൊട്ട് മുൻപത്തെ ലെയറിൻ്റെ പകുതി എടുക്കുക. 99ൻ്റെ കൂടെ അതിൻ്റെ പകുതിയായിട്ടുള്ള 49.5 ഇഞ്ചും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് വേണ്ട വിഡ്ത്ത് 148.5 ഇഞ്ചാണ്. അപ്പോൾ നമുക്ക് ടോട്ടൽ ഈ മൂന്നും കൂടി കൂട്ടുമ്പോൾ 148.5, 99, അതേപോലെ തന്നെ നേരത്തെ 66 ഇഞ്ച് 313.5 എന്ന് കിട്ടും. അത് നിങ്ങൾ കാൽക്കുലേറ്ററിൽ തന്നെ ഒന്ന് കൺവേർട്ട് ചെയ്ത് നോക്കിയാൽ മതി മീറ്ററിലേക്ക്. അപ്പോൾ ഏകദേശം 7.9 മീറ്ററിന് കിട്ടും. പക്ഷെ നമുക്ക് 8 മീറ്റർ വാങ്ങിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ മീറ്ററിൽ നമുക്ക് ടോട്ടൽ നമുക്ക് അത്രയും നീളത്തിൽ നമുക്ക് എടുക്കേണ്ടി വരും എന്നറിയാൻ വേണ്ടി ഞാൻ ജസ്റ്റ് കൺവേർട്ട് ചെയ്തതാണ്. ഇനി നമ്മൾക്ക് എത്ര ഫാബ്രിക് വേണമെന്ന് നോക്കാം. താഴത്തെ ഭാഗം മാത്രമായിട്ട് നമുക്ക് എത്ര ഫാബ്രിക് വേണമെന്ന് അറിയണമെങ്കിൽ നമുക്കിപ്പോൾ ലെങ്ത്തും കിട്ടി, അതുപോലെ വിഡ്ത്തും കിട്ടി. ഇനി ഞാൻ യൂസ് ചെയ്യുന്ന ഫാബ്രിക് 44 ഇഞ്ചാണ് അതിൻ്റെ വിഡ്ത്ത് വരുന്നത്. അപ്പോൾ ഞാനിവിടെ എനിക്ക് ടോട്ടൽ വേണ്ടത് എത്രയാണ്, 313.5 ആണ്. അതിനെ ഒന്ന് 44 കൊണ്ട് ഞാൻ ഡിവൈഡ് ചെയ്ത് നോക്കുമ്പോൾ എനിക്ക് 7.1 സംതിങ് ആണ് കിട്ടുന്നത്. അതിൻ്റെ അർത്ഥം നമുക്ക് വേണമെങ്കിൽ 7 തവണ എന്ന് പറഞ്ഞാൽ മതി, കാരണം 7നേക്കാൾ ഒരല്പല്ലേ കൂടുതലുള്ളൂ. എന്നാലും ഞാനിവിടെ മാക്സിമം പറയുകയാണ്. 8 തവണ നമ്മൾ 10 ഇഞ്ച്, വീണ്ടും ഒരു 10 ഇഞ്ച്, വീണ്ടും ഒരു 10 ഇഞ്ച്, അങ്ങനെ 8 തവണ നമ്മൾ മാർക്ക് ചെയ്യേണ്ടി വരും വിഡ്ത്ത് വൈസിൽ. ഓക്കെ, അപ്പോൾ നമ്മൾ 8 തവണ 10 ഇഞ്ച് മാർക്ക് ചെയ്യുമ്പോൾ 80 ഇഞ്ചോളം ഫാബ്രിക് നമുക്ക് ആവശ്യമായിട്ട് വരും. ആ 80 ഇഞ്ച് ഫാബ്രിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 മീറ്ററാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് താഴത്തെ ഭാഗത്തേക്ക് മാത്രം ഏകദേശം 2 മീറ്റർ ഫാബ്രിക്കും മുകളിലേക്ക് ഒരു 1/2 മീറ്റർ ഫാബ്രിക്കും കൂടി ചേർത്തിട്ട് നമുക്ക് 2.5 മീറ്റർ ഫാബ്രിക്കാണ് ഈ ഒരു ഫ്രോക്കിന് നമുക്ക് ഇവിടെ ആവശ്യമായിട്ട് വന്നത്. ഇതിലിപ്പോൾ കുറേ മാത്സ് പറയണ്ടല്ലോ എന്ന് ആലോചിക്കരുത്. കാരണം ഈ ഒരു കാൽക്കുലേഷൻ നമ്മൾ മനസ്സിലാക്കിയാൽ നമുക്ക് ഏത് പ്രായക്കാർക്ക് വേണമെങ്കിലും ഇതേപോലത്തെ ഫ്രോക്ക് ഈസി ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. എത്ര മീറ്റർ ഫാബ്രിക് വേണമെന്ന് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്ന പ്യുവർ വിസ്കസ് റയോൺ ഫാബ്രിക്കാണ്. അപ്പം നമ്മൾ 2.5 മീറ്റർ ഫാബ്രിക് എടുത്തിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ നമ്മളിത് ബോഡി സ്പാർട്ടിൻ്റെ ലൈനിങ് വെച്ചിട്ട് അതിന് വേണ്ട തുണി നമ്മൾ കട്ട് ചെയ്ത് മാറ്റണം. അപ്പോൾ ഇതിൻ്റെ വിഡ്ത്ത് വരുന്നത് കണ്ടല്ലോ, ഇത് മടക്കിയിട്ടപ്പോൾ 22 ഇഞ്ച്, അതായത് ടോട്ടൽ 44 ഇഞ്ചാണ് ഇതിൻ്റെ വിഡ്ത്ത് വരുന്നത്. അപ്പോൾ നമ്മളിതിങ്ങനെ മടക്കിയിട്ട ശേഷം നമ്മൾ 8 തവണ 10 ഇഞ്ച് 10 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് താഴേക്ക് നമ്മൾ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്ക് ഫസ്റ്റ് ലെയറിലേക്ക് വേണ്ടത് എത്രയാണ്, 66 ഇഞ്ച്, അത് നമുക്ക് കട്ട് ചെയ്തെടുക്കുക. അതിന് ശേഷം ബാക്കി പീസസ് നമ്മൾ ജോയിൻ ചെയ്യേണ്ടി വരും. സെക്കൻഡ് ലെയറിലും തേർഡ് ലെയറിലും നമുക്ക് ഇതേപോലുള്ള 10 ഇഞ്ചിൻ്റെ പീസസ് നമ്മൾ ജോയിൻ ചെയ്ത് എടുക്കേണ്ടി വരും. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ലെയറിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. അതേപോലെ സെക്കൻഡ് ലെയറിലേക്ക് ഇതേപോലെ 2 പീസുകൾ നമ്മൾ ജോയിൻ ചെയ്ത് എടുക്കേണ്ടി വരും. തേർഡ് ലെയറിൽ 3 പീസോളം നമുക്ക് ജോയിൻ ചെയ്ത് എടുക്കേണ്ടി വരും. നമ്മുടെ കട്ടിങ് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റിച്ചിങ് വീഡിയോ കാണാം. സ്റ്റിച്ചിങ്ങിനായിട്ട് ഞാനിവിടെ ആസ് യൂഷ്വൽ ചെയ്യുന്ന പോലെ തന്നെയുള്ള ബോർഡ് സ്റ്റിച്ചിങ് തന്നെയാണ്. അതുകൊണ്ട് സ്പീഡിലൊന്ന് കാണിച്ചു പോവാം. ലൈനിങ്ങിൻ്റെ നല്ല വശവും നമ്മുടെ മെയിൻ ക്ലോത്തിൻ്റെ നല്ല വശവും ഇതേപോലെ വെച്ചിട്ട് നമ്മൾ
നെക്ക് മാത്രം ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കുകയാണ്. ഞാനിവിടെ ആം ഹോൾ ഫിനിഷ് ചെയ്യുന്നില്ല. നിങ്ങൾ സ്ലീവ് വയ്ക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ആം ഹോളും കൂടി ഈ സമയത്ത് തന്നെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. എക്സ്ട്രാസ് കട്ട് ചെയ്ത് വയ്ക്കുക. പിന്നെ ഇതുപോലെ സ്ക്വയർ നെക്കാവുമ്പോൾ ഇതുപോലെ കോർണറിൽ കറക്റ്റായിട്ട് കട്ട് ചെയ്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ ആ ഷേപ്പ് നമുക്ക് കറക്റ്റായിട്ട് നെക്കിന് കിട്ടില്ല. ഇതേപോലെ വെച്ചിട്ട് നമുക്കൊന്ന് പതിച്ചടിച്ചു കൊടുക്കാം. ഇനി നമുക്കിതുപോലെ നെക്കിൻ്റെ മുകളിൽ കൂടെ ഒരു സ്റ്റിച്ച് കൊടുക്കാം. ഇതേപോലെ നമ്മൾ എന്ത് ചെയ്യാം, ബാക്ക് പോർഷനും ചെയ്തെടുക്കണം. അപ്പോൾ ബാക്ക് പോർഷനിൽ ഞാൻ ഇതുപോലെ 2 പീസാക്കി വെച്ചിട്ടുണ്ടെങ്കിലും നമ്മളുടെ മെയിൻ ക്ലോത്തിൽ അങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടില്ല. അപ്പോൾ ഇത് ബിഗിനേഴ്സിനുള്ള ഒരു ടിപ്പാണ്. നിങ്ങൾ മെയിൻ ക്ലോത്തിൽ കട്ട് ചെയ്യണതിന് മുൻപ് ഇതേപോലെ വെച്ച് നോക്കിയിട്ട് ഒന്ന് സെൻറ്ററിൽ ആദ്യം ഒന്ന് നിങ്ങൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് തിരിഞ്ഞു വരില്ല. മിക്കവാറും ബിഗിനേഴ്സിന് പറ്റുന്ന ഒരു പ്രശ്നം രണ്ടും ഒരേ സൈഡിലേക്കായി പോകുന്നു. കാരണം ലൈനിങ്ങിൽ അകം പുറമൊന്നും അത്ര ശ്രദ്ധിക്കില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ മെയിൻ ക്ലോത്തിലേക്ക് കട്ട് ചെയ്യണതിന് പകരം നമ്മൾ കറക്റ്റ് സൈസിൽ കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ രണ്ടും ഒരേ സൈഡിലേക്ക് തിരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ലൈനിങ്ങുമായിട്ട് അറ്റാച്ച് ചെയ്ത ശേഷം നിങ്ങൾ കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പ്രശ്നം വരില്ല. ബാക്കിൽ ഞാൻ ആ സിബ് വയ്ക്കുന്ന ആ ഒരു ഭാഗം കൂടി ജസ്റ്റ് ഒന്നിങ്ങനെ ഫിനിഷ് ചെയ്തെടുക്കുന്നുണ്ട്. ഒരു 4 ഇഞ്ചിലും കുറവായിട്ടുള്ള ഒരു സ്റ്റിച്ചിലാണ് അത് ചെയ്തെടുക്കുന്നത്. ഇനി നമ്മളതിനെ സെപ്പറേറ്റ് ചെയ്തു. അതിന് ശേഷം മറ്റേ സൈഡും കൂടി അതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് സിബ്ബാണ് അറ്റാച്ച് ചെയ്യാനുള്ളത്. സിബ്ബ് അറ്റാച്ച് ചെയ്യുന്നതൊക്കെ നമ്മൾ നേരത്തെ ഫ്രോക്കിൻ്റെ വീഡിയോസിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ എല്ലാം പറഞ്ഞിട്ടുണ്ട്. ഇനി നമ്മളിത് തിരിച്ചെടുക്കണോ നേരത്തെ പോലെ തന്നെ നമ്മൾ പതിച്ചടിക്കേണ്ട. പിന്നെ നമുക്ക് മേലടി അടിച്ചു കൊടുക്കാം. അത് കൂടാതെ നമ്മൾ ചെയ്യുന്നത് ഇനി ഇതിൻ്റെ എക്സ്ട്രാസൊക്കെ ഒന്ന് നമ്മൾ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ലൈനിങ്ങും മെയിൻ ക്ലോത്തും കൂടി ഒന്ന് അറ്റാച്ച് ചെയ്തെടുത്തിട്ട് ഇതുപോലെ എക്സ്ട്രാസൊക്കെ നമ്മൾ എല്ലാ സൈഡിൽ നിന്നും ഒന്ന് കട്ട് ചെയ്ത് മാറ്റുകയാണ് ചെയ്യുന്നത്. ഇനി വേണം നമുക്ക് നമ്മുടെ ഷോൾഡേഴ്സ് ജോയിൻ ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ അതിനായിട്ട് നമ്മളിതാ നല്ല വശവും കൂടി ഇതേപോലെ ജോയിൻ ചെയ്യുന്നു. ഇങ്ങനെ പിടിക്കുന്നു. അതേപോലെ ലൈനിങ്ങും കൂടി ഇങ്ങനെ പിടിക്കുന്നു. എന്നിട്ട് നമ്മൾ നോച്ചിട്ട് വെച്ചിട്ടുണ്ട് എവിടെ നിന്ന് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങേണ്ടതെന്ന്. കാരണം ഞാൻ ഷോൾഡർ സ്ലോപ്പ് ഞാൻ ആദ്യമേ കട്ട് ചെയ്തെടുക്കാറില്ല. ഈ സ്റ്റിച്ച് ചെയ്ത ശേഷമാണ് ഞാൻ കട്ട് ചെയ്തെടുക്കാറുള്ളത്. അപ്പോൾ ഇതേപോലെ നമ്മൾ മാർക്ക് ചെയ്തിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മളൊന്ന് നിവർത്തി കൊടുക്കുമ്പോൾ നമുക്ക് കൺസീൽഡ് ആയിട്ടുള്ള നല്ല വൃത്തിയുള്ള ഷോൾഡർ നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇതേപോലെ തന്നെ 2 ഷോൾഡർ നമുക്ക് ചെയ്തെടുക്കാം. പിന്നെ നമുക്ക് സിപ്പറാണ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാനുള്ളത്. അപ്പോൾ സിപ്പറിന് വേണ്ടിയിട്ടുള്ള നമ്മൾ ഓൾറെഡി സീം അലവൻസ് കൊടുത്തിട്ടുണ്ട്. അത് ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു ലൈൻ പോലെ നമുക്ക് അവിടെ കിട്ടുമല്ലോ. ഇനി ഇതേപോലെ സിപ്പർ എങ്ങനെയാണോ ആദ്യം വെക്കേണ്ടത് അതുപോലെ വെച്ച ശേഷം അതിനെ ഓപ്പൺ ചെയ്തിട്ട് ഇതേപോലെ ടീത്തറിനെ നമ്മൾ ഇപ്പുറത്തെ സൈഡിലേക്ക് ആക്കിയിട്ട് വെക്കുക. ഇത് ഇൻവിസിബിൾ സിപ്പറാണ്. എന്നിട്ട് ഞാനിപ്പോൾ സാധാരണ ഒരു ഫൂട്ടിട്ടിട്ട് നമ്മുടെ സാധാ ഫൂട്ടിട്ടിട്ട് ജസ്റ്റ് ഒന്ന് അതിനെ അവിടെ ഉറപ്പിച്ച് നിർത്തുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ 1 സൈഡ് ഫൂട്ടർ ഇട്ടിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇനി ഫൂട്ടറൊക്കെ മാറ്റാനുള്ള മടിക്ക് ഞാനിപ്പോൾ ഇവിടെ ആദ്യം ഇതൊന്ന് ഫിക്സ് ചെയ്ത് വെക്കുകയാണ്. ഇതേപോലെ തന്നെ നമുക്ക് അടുത്ത സൈഡിലും ടീത്തറിനെ അപ്പുറത്തെ സൈഡിലേക്ക് ആക്കി വെച്ചിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതിങ്ങനെ മാറിപ്പോവരുത്. ഇതിൻ്റെ ലെങ്ത്തിൽ വ്യത്യാസം വന്നു കഴിഞ്ഞാൽ നമ്മുടെ സിപ്പറും അതുപോലെ തന്നെ ബോഡി സ്പോട്ടൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കയറി ഇറങ്ങിയിരിക്കും. അതുകൊണ്ട് ഇതുപോലെ കറക്റ്റായിട്ട് മാർക്ക് ചെയ്തിട്ട് ഒന്ന് പിൻ ചെയ്ത് വെച്ചിട്ടൊക്കെ നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പോൾ കണ്ടോ, നമ്മളത് അടയ്ക്കുമ്പോൾ നമുക്ക് കുഴപ്പമില്ല, പക്ഷേ കുറച്ച് കാണുന്നുണ്ട് അല്ലേ സിപ്പർ. അപ്പോൾ നിങ്ങൾ 1 സൈഡ് ഫൂട്ടർ ഉണ്ടെങ്കിൽ അത് ഇട്ടിട്ട് ചെയ്യുക. അല്ലെങ്കിൽ ഇതിൽ തന്നെ നന്നായിട്ട് ഇങ്ങനെ നമുക്ക് വിരൽ വെച്ച് ഇങ്ങനെ അകത്തിയിട്ട് ജസ്റ്റ് ഒരു സ്റ്റിച്ചും കൂടി നിങ്ങൾക്ക് കൊടുക്കാം. ഓക്കെ, ഇപ്പം ഞാൻ തൽക്കാലം ഇങ്ങനെ തന്നെ വെക്കുന്നു. എന്നിട്ട് നമ്മുടെ ബാക്കിയുള്ള പോർഷൻസൊക്കെ നമ്മളുടെ മെയിൻ ക്ലോത്തുമായിട്ടൊന്ന് ജോയിൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. എന്നിട്ട് എക്സ്ട്രാസൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയണം. ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള എല്ലാ പീസസും ഇതുപോലെ ഫ്രില്ലിട്ടെടുക്കുക എന്നുള്ളതാണ് നമ്മളുടെ അടുത്ത പരിപാടി. അപ്പോൾ ഇതുപോലെ ഞാനിങ്ങനെ വലിയ സ്റ്റിച്ച് നമ്മളുടെ മെഷീനിൽ കൊടുത്തിട്ട് ഇതുപോലെ ഒരു ത്രെഡിൽ പിടിച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ വലിച്ചിട്ടാണ് ഫ്രിൽസ് നമ്മൾ ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ 3 ലെയറിലും ചെയ്യുക, 3 അറ്റാച്ച് ചെയ്യുക. എന്നിട്ട് മെയിൻ ബോഡി പാർട്ടുമായിട്ട് നിങ്ങൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ സെക്കൻഡ് ലെയർ ചെയ്യുമ്പോൾ ആദ്യം ആ 2 പീസസ് ഉണ്ടല്ലോ സെക്കൻഡ് ലെയറിൽ, അത് രണ്ടും നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. അതിന് ശേഷം വേണം നമ്മൾ ഇതുപോലെ ഫ്രില്ലിട്ട് കൊടുക്കാൻ. ഇപ്പോൾ ഇതേപോലെ നമ്മൾ ഓരോ ലെയേഴ്സും ജോയിൻ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഞാൻ ഏറ്റവും ലാസ്റ്റാണ് ബോഡി സ്പാർട്ടുമായിട്ട് അറ്റാച്ച് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മളിതാ 3 ലെയേഴ്സും അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബോഡി സ്പാർട്ടിലേക്ക് അറ്റാച്ച് ചെയ്യുന്നതിന് മുൻപായിട്ട് നമുക്ക് ബോഡി സ്പാർട്ടിൻ്റെ ഒരു സൈഡൊന്ന് നമുക്ക് ജോയിൻ ചെയ്തെടുക്കണം. അതിന് മുമ്പ് ഞാൻ ഇതേപോലത്തെ ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു ഫാബ്രിക്കിൽ ഒരു ഫുൾ സ്ലീവ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ സ്ലീവ് കൊടുക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ക്രോസ് പീസ് വെച്ചിട്ട് ആ ഒരു ഭാഗം, അതായത് ആം ഹോളിൻ്റെ ഭാഗം നിങ്ങളൊന്ന്
സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. നമ്മൾ ബ്ലൗസിനൊക്കെ അടിക്കുന്ന പോലെ തന്നെ, അല്ലെങ്കിൽ നെക്ക് ഫിനിഷ് ചെയ്യണ പോലെ തന്നെ. ഞാനിവിടെ സ്ലീവ് ട്രാൻസ്പെറൻ്റ് ആയിട്ടാണ് വെക്കുന്നത്. ഇതൊരു 17 ഇഞ്ച് ലെങ്ത് ഉണ്ട്. പിന്നെ വിഡ്ത്ത് എനിക്ക് മാക്സിമം ഇതൊരു കട്ട് പീസായിരുന്നു എൻ്റെ കയ്യിൽ ബാക്കി ഉണ്ടായിരുന്നത്, ചുരിദാർ അടിച്ചതിൻ്റെ ബാക്കി. അപ്പം ഞാനത് അങ്ങനെ എടുത്തിട്ടുണ്ട്. കാരണം ഇവിടെ മാത്രം സെൻറ്ററിൽ മാത്രം ഒരു 3-4 പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊരു ചെറിയൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് അങ്ങനെ ചെറിയൊരു പ്ലീറ്റ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ സാധാരണ നമ്മൾ സ്ലീവ് സ്റ്റിച്ച് ചെയ്യുക സെൻറ്ററിൽ നിന്ന് ലെഫ്റ്റിലോട്ടും റൈറ്റിലോട്ടും ആണല്ലോ. ഇതിപ്പോൾ നമ്മളവിടെ നമുക്ക് ബാക്കി വരുന്ന ഭാഗം പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സ്ലീവ് ആയതുകൊണ്ട് ഞാൻ ഒരറ്റത്തുനിന്ന് തുടങ്ങി അടുത്ത അറ്റം വരെ, എന്നിട്ട് താഴെ ഭാഗം നമ്മൾ മടക്കി അടിക്കണം. മടക്കി അടിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോ, ഞാൻ ത്രെഡിൻ്റെ കളർ മാറ്റിയിട്ടില്ല, മറന്നുപോയതാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ഏതാണോ കളറ് അത് മാച്ചിങ് ത്രെഡ് ഇട്ടിട്ട് ചെയ്യുക കേട്ടോ. അപ്പം ഞാനിനി എന്തായാലും സൈഡ് ജോയിൻ ചെയ്യുമ്പോൾ മാച്ചിങ് കളർ ത്രെഡൊക്കെ ഇട്ടിട്ട് പിന്നെ ചെയ്തോളാം. ഇപ്പം ഞാൻ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ആം ഹോളിൻ്റെ താഴേക്ക് മാത്രം ഞാനിങ്ങനെ കറക്റ്റ് വെച്ചിട്ടൊന്ന് സൈഡ് ജോയിൻ ചെയ്തെടുക്കുകയാണ്. ബാക്കി ഭാഗം ഞാൻ ത്രെഡൊക്കെ മാറ്റിയിട്ട് പിന്നെ ചെയ്തോളാം. ഓക്കെ, ഇതിപ്പോൾ എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ലെയേഴ്സ് ജോയിൻ ചെയ്യാനുള്ള എളുപ്പത്തിന്, അല്ലെങ്കിൽ വീണ്ടും നമ്മൾ ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും സെപ്പറേറ്റ് ചെയ്തെടുത്ത് അങ്ങനെ ജോയിൻ ചെയ്യേണ്ടി വരും. അപ്പോൾ അതിന് പകരം നമ്മളിതാ ഇതേപോലെ ജോയിൻ ചെയ്തെടുത്ത ശേഷം ഇനി നമ്മൾ ലെയേഴ്സ് നമുക്ക് ജോയിൻ ചെയ്ത് കൊടുക്കും. നല്ല വശവും വരുന്ന രീതിയിൽ നമ്മളിതുപോലെ വെച്ചിട്ട് നമുക്കൊന്ന് ജോയിൻ ചെയ്തെടുക്കാം. ഇനി ഇതിന് ശേഷമാണ് ഞാൻ ലൈനിങ്, താഴെ ഭാഗത്തേക്കുള്ള ലൈനിങ് അറ്റാച്ച് ചെയ്തെടുക്കുന്നത്. ഇതുപോലെ ജോയിൻ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ലൈനിങ് നമ്മൾ 2 പീസായിട്ടാണ് ചെയ്തത്, അതും കൂടി ഞാനിങ്ങനെ ജോയിൻ ചെയ്തിട്ട് ഒറ്റ പീസാക്കുന്നുണ്ട്. അപ്പോൾ ഒരു സൈഡ് ജോയിൻ ചെയ്തു, അതിന് ശേഷം നമ്മൾ ഇതിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ലൈനിങ് വെക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ബോഡി സ്പാർട്ടിൻ്റെ ലൈനിങ് എവിടെയാണോ അതിൻ്റെ മുകളിലേക്ക് വെക്കുക. എന്നിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതുപോലെ നമുക്കൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്ക് അഥവാ കുറച്ച് എക്സ്ട്രാ വന്നാൽ ഇതുപോലെ ഒരു പ്ലീറ്റ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ നമുക്കത് വെട്ടിക്കളയാനൊന്നും നിൽക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇതും കൂടി ജോയിൻ ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മളുടെ മെയിൻ പരിപാടി ഈ സൈഡും കൂടി ജോയിൻ ചെയ്തെടുക്കണമല്ലോ. അപ്പോൾ നമ്മളുടെ ആ സൈഡും കൂടി ജോയിൻ ചെയ്തെടുക്കുക. അതിന് ശേഷം നമ്മൾ താഴെ രണ്ടിൻ്റെയും മെയിൻ ക്ലോത്തിൻ്റെയും ലൈനിങ്ങിൻ്റെയും താഴെ ഭാഗം മടക്കി ഈ സൈഡ് നമ്മൾ ജോയിൻ ചെയ്തെടുക്കുമ്പോൾ നമ്മുടെ ബോഡി സ്പാർട്ടിൻ്റെ ഒരു 2 ഇഞ്ചും കൂടി താഴെ വരെ നമ്മൾ ഈ ഒരു 4 ലെയറും കൂടി പിടിച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുക. അതിനുശേഷം എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ മെയിൻ ക്ലോത്ത് ആദ്യം സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതിനുശേഷം അതിനെ ഉള്ളിലേക്കാക്കിയിട്ട് ലൈനിങ് മാത്രം സെപ്പറേറ്റ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുക. എന്നിട്ട് വേണം താഴെ ഭാഗം നമ്മൾ രണ്ടിൻ്റെയും മടക്കി അടിക്കാൻ. അതും കൂടി കഴിഞ്ഞാൽ നമ്മളുടെ ഒരു ബ്യൂട്ടിഫുൾ ഫ്രോക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ ഇതിന് മുൻപുള്ള വീഡിയോസ് നിങ്ങൾ കയറി കണ്ടു നോക്കൂ. താങ്ക്